അയ്യോ തേങ്ങ അങ്ങനെ ഇന്നത്തേക്കുള്ളതായി. എന്തോന്നളിയാ രാവിലെ തേങ്ങയൊക്കെ ആയിട്ട്? എൻ്റെ പൊന്നളിയാ, ഈ തേങ്ങയുടെ കാര്യം ഉണ്ടല്ലോ വലിയ സംഭവം തന്നെളിയാ. ദാമ്പത്യ ജീവിതത്തിൽ തേങ്ങയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ്. ദാമ്പത്യ ജീവിതത്തിനകത്തെ ഈ മുരിങ്ങക്കോലിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തേങ്ങയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയണ ആദ്യമായിട്ടാണ് അതളിയാ അളിയന് ശ്രീധനായിട്ട് തേങ്ങ കിട്ടി. കളിയാ ഒരാഴ്ചയായിട്ട് തേങ്ങ ഇല്ലാത്ത കൂട്ടാനളിയാ വയ്ക്കണത്. നിനക്കറിയാമോ? പിന്നെ കറിയിൽ തേങ്ങയില്ല, തോരത്തിൽ തേങ്ങയില്ല, ചമ്മന്തി ആണെങ്കിൽ തേങ്ങ ഇല്ലാത്ത ചമ്മന്തി പോലും അരയ്ക്കാൻ കുടി വെള്ളം കലക്കാനളിയാ കുടിക്കണത്. ഇതെല്ലാം പോട്ട് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് വിഴുക്കോട് വിഴുക്ക് കഴിച്ച് വെച്ച് എൻ്റെ വാഴ വയ്ക്കണം വിഴുവിഴായിരിക്കണത്. അളിയാ ഈ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ ഭയങ്കര സൗകര്യക്കാടാണ് അളിയാ. നിനക്ക് തേങ്ങ ഇല്ലാത്തതാണല്ലേ വിഷയം. നിനക്കൊരു കാര്യം അറിയാമോ? എൻ്റെ ഭാര്യ ഉണ്ടല്ലേ, അവൾ നിനക്കറിയാലോ, അവൾ അറിഞ്ഞു അവക്ക് എന്നെ എറിയാൻ കിട്ടണ ഏക ആയുധമാണ് അളിയായത്. എന്താ ചിരിക്കണ? നിനക്ക് ചിരി ഡേയ് അളിയാ, നീ ഇങ്ങോട്ടൊന്ന് നോക്കാം. എന്തോ പറയുന്നത്? തേങ്ങ ഇല്ലാത്തതുണ്ടല്ലേ മുഴ? തേങ്ങയുടെ അടുത്ത ഉണ്ടെന്നാ അവിടെ കിടന്ന ഏറ്റവും വലിയ കപ്പത്തേങ്ങ നോക്കിയാണല്ലേ എറിഞ്ഞ് കാറ്റി തരണത്. അളിയാ അപ്പോൾ തേങ്ങയാണല്ലേ ഇവിടുത്തെ പ്രധാന വിഷയം. കിലോയ്ക്ക് 85 രൂപ, 4 തേങ്ങ 100 രൂപ. സാധാരണക്കാരെങ്ങനെ വാങ്ങിക്കോളേ? തേങ്ങ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലേ ഞാൻ ഈ പറമ്പിൻ്റെ മുട്ടി വന്നിരിക്കുന്നത്. കാറ്റടിച്ച് ഒരു തേങ്ങ എങ്ങാനും വീണ അന്നത്തെ കാര്യം രക്ഷപ്പെട്ടു. അളിയാ എൻ്റെ കയ്യിലൊരു ഒരു ഐഡിയ പറയളിയാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ തെങ്ങും തൈകൾ നട്ടുപിടിപ്പിക്കണം. അതാവുമ്പോൾ അത് വളർന്ന് വലുതാവൂല. കാണാപ്പൊടിയിട്ട് കൊടുക്കാം. അല്ല, വളർന്ന് വലുതാവൂല. അത് തൈ ആകുമ്പോൾ തന്നെ നീ വടിയാവും. 100 രൂപ ഉണ്ടാളെ എടുക്കാൻ അത്യാവശ്യമില്ല. തേങ്ങ വാങ്ങിക്കാനായി ഈ തേങ്ങ ഇന്നത്തേക്ക് കൊണ്ട് ഇത് തീരും. പാടാളിയാ അക്കൗണ്ടിൽ ഒരു 94 രൂപയുണ്ട്. 94 രൂപ? 94 ഇനിയിപ്പോൾ 6 രൂപ ഞാൻ എവിടെ പോയിപ്പിക്കുള്ളൂ? 6 രൂപയും കൂടെ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ ആവുള്ളൂ. ഇപ്പോൾ എവിടെ പോയിപ്പിക്കും? അളിയാ പെൻഷൻ ഉണ്ടോന്ന് വിളിച്ച് നോക്കിയാളിയാ. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? അത് ഞാൻ മറന്നുപോയളിയാ. കിട്ടും, അങ്ങനെ തരുവിളിയാ. ചിലപ്പോൾ 6 രൂപ ചോദിച്ചു, ചിലപ്പോൾ അങ്ങനെ 100 രൂപയൊക്കെ തരുവിളിയാ. ഹലോ 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 റംസിയണ്ണ, ഒരു 6 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാണ്ടാ. 6 രൂപ അയച്ചു തന്നെങ്കിലേ ഒരു 100 രൂപ ആയനായിരുന്നു. എന്തെന്നാ അതിവിടെ ഒരു തേങ്ങ വിഷയമുണ്ടാ. ഓ വായിക്കൂ. ഓ ശരിയാണോ? ശരി. ഇതിൽ പറഞ്ഞു പൈസ അയച്ചു ചോദിച്ചപ്പോൾ പറയാണ് നോക്കട്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറയണത്. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ തന്നെ എന്തൊരു പറയുന്നത്. അളയാ എൻ്റെ ഗൂഗിൾ പേ കളിയാ. ഓ ഇപ്പം ചെയ്ത് അങ്ങനെ ഒരു 100 രൂപ കിട്ടി കളിയാ. അപ്പോൾ ഇന്നത്തെ തേങ്ങ എപ്പോൾ നടക്കും? അതൊട്ട് പോവാം. അതൊട്ട് ശരി. അയ്യാ അപ്പോൾ തേങ്ങ വാങ്ങിക്കാൻ ഗണപതിയുടെ കടന്നില്ലേ, മലക്കറി കടന്നില്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പൈസ അടക്കയില്ലേ? പൈസ അടക്കില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളിയാ, നമ്മൾ ഗൂഗിൾ പേ ചെയ്യണ്ട അവിടെ പോയി. എൻ്റെ നെറ്റില്ലളിയാ. ഇതാണ് പറയണത്. കാരണവന്മാർക്ക് ദീർഘവീക്ഷണം ഉണ്ടെന്ന് പറയണതിൻ്റെ കാര്യം അതാണ്. കാര്യം എന്താണെന്നറിയാമോ? നിന്നെ എന്നെയൊക്കെ ഉണ്ടാക്കിയ നേരത്ത് വല്ല തെങ്ങും തൈ വെച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോഴേ അത് വളർന്ന് വല്ല തേങ്ങയെങ്കിലും കിട്ടുമെന്ന് അവർക്ക് നേരത്തെ അറിയായിരുന്നു. പാടെ എണീറ്റ് പോവാം, നടപടിയല്ല.